ഹലോ മെമ്പറേ. ആ നീ വന്നോന്ന് അറിഞ്ഞു, പക്ഷെ ഇങ്ങോട്ടൊരു വിസിറ്റ് പ്രതീക്ഷിച്ചില്ല. അതെന്നാ വർത്താനം നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് എന്റെ പഴയ കാമുവിനെ കാണാൻ ഇങ്ങോട്ട് വന്നൂടെ? ഓ, നിങ്ങളിപ്പോ ഇവിടുത്തെ വലിയ മെമ്പറൊക്കെ ആയല്ലോ അല്ലേ? മെമ്പർ ഒന്നും അതിന്റെ അല്ല, അപ്പുറത്തെ കുടുംബശ്രീ ചേച്ചിമാരെ കനാല് കൊടുത്തേക്കൊണ്ടിരിക്കുക. എല്ലാത്തിന്റെ ചെവി അറിയാലോ, 10 ചെവിയാ. അങ്ങനെയാണെങ്കിൽ മെമ്പറേ, നിങ്ങൾ വേഗം രാജിവെക്കാൻ നോക്കിയോ. എന്താ അപ്പൊ ഒന്നും ഓർമ്മയില്ലേ ആ കനാലിന്റെ താഴെ മൊത്തം പേരെഴുതി വെച്ചേക്കുന്നത്? അതവര് കണ്ട പ്രശ്നല്ലേ? അല്ല, അങ്ങനെ പേടിയൊന്നുമില്ല. എങ്ങനെയുണ്ട് മെമ്പറൊക്കെ ആയിട്ട്? നല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പം ഞാൻ ഓർത്തില്ല ഇങ്ങനത്തെ ഒരു പണി കിട്ടുമെന്ന്. ഇപ്പൊ സൊസൈറ്റിയിലെ പണി നോക്കാൻ പറ്റുന്നില്ല, പറമ്പിലെ പണി നോക്കാൻ പറ്റുന്നില്ല. എത്ര ദിവസം കഴിഞ്ഞിട്ട് ഈ പറമ്പിലോട്ടൊന്ന് ഇറങ്ങിയെന്നറിയോ? അതിന്റെയൊക്കെ ഇവിടെ കാണാനുണ്ട് കേട്ടോ. നമ്മളന്ന് കേട്ടാ മഞ്ഞ റോസ് എവിടെ? ദേ അവിടെ പൂത്തുപ്പുണ്ട്. നീ അകത്ത് കയറുന്നില്ല അമ്മ കാണാൻ? അയ്യോ, ഞാനൊന്നുമില്ല. അമ്മ എന്നെ കണ്ടിട്ട് ഇനി വല്ലതും പറഞ്ഞാലോ? അമ്മയ്ക്ക് അങ്ങനൊന്നും ഇല്ലടി. അമ്മയ്ക്ക് നിന്നെ കാണുമ്പോ സന്തോഷമാവുള്ളൂ. അനുപേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ ഈ കല്യാണം കഴിക്കാത്തത് എന്നെ കുറിച്ച് ഓർത്തിട്ടാണോ? എടി, നമ്മുടെ കല്യാണം നടക്കാത്തതിൽ നീയോ ഞാനോ കുറ്റക്കാരല്ല. നമ്മുടെ അവസ്ഥയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ കുറെ നാളൊക്കെ സങ്കടം ഉണ്ടായിരുന്നു. ഈ വാർഡിലെ പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം അത് പിന്നെ ഓർക്കാറില്ല. ഓ, അപ്പൊ അതല്ല നിങ്ങൾ കല്യാണത്തിന് പോലും വരാഞ്ഞേ? ഞാൻ നിന്റെ കല്യാണത്തിന് വന്നില്ലെന്ന് ആരാ പറഞ്ഞ? നിന്റെ കല്യാണത്തിനും വന്ന് ഇഞ്ചിക്കറി വരെ വിളമ്പിട്ടാണ് ഞാൻ പോയത്. നീ ശ്രദ്ധിച്ചാണല്ലോ. പക്ഷെ ഞാൻ നിങ്ങളെ കണ്ടില്ലല്ലോ. ഉണ്ണിക്കുട്ടി, നീ ശിശിര, നീ വിചാരിക്കുന്നതൊന്നും അല്ല കാര്യങ്ങൾ. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു പെണ്ണെ കാണാൻ വേണ്ടി പോയി. നിനക്കറിയാം, നമ്മുടെ ദിനേശേന്റെ മോള് സുമിത്രയില്ലേ? എന്നിട്ട് എന്താ, അവള് കണ്ടപ്പോ തന്നെ നമ്മുടെ കാര്യം അത് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ നാട്ടിൽ നിന്ന് എനിക്കിനി പെണ്ണ് കിട്ടില്ല. പക്ഷെ പെണ്ണ് കിട്ടുമോ? കിട്ടാണ്ടിരിക്കില്ല. എന്റെ മൈൻഡും കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്. അതെനിക്ക് ഏകദേശം മനസ്സിലായിരുന്നു പേട്ടാ. ഇത്രയും നേരമായിട്ട് നിങ്ങൾ എന്താണ് എന്റെ വിശേഷം ഒന്നും ചോദിക്കാത്ത? നിന്റെ എന്ത് വിശേഷം? നിനക്ക് സുഖമാണോന്ന്? നിനക്ക് സുഖമാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ സന്തോഷിച്ചിട്ട് കിട്ടാത്തില്ല പിന്നെ സങ്കടപ്പെടാനോ? ഇനി സുഖമല്ലെന്ന് പറഞ്ഞാൽ ഈ നിമിഷം തൊട്ട് സങ്കടപ്പെടാനോ? ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദിക്കാതെയും പറയാതിരിക്കുന്നത് നല്ലത്. ഞാൻ എന്നാ പോട്ടെ, അമ്മയോട് പറഞ്ഞാ മതി. പിന്നെ നിങ്ങൾ എന്നെ ആ ഉണ്ണിക്കുട്ടിന്ന് വിളിച്ചിട്ട് ശിശിരെ തന്നെ മാറ്റി വിളിച്ചില്ലേ? അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി.